ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു സാൻഡ്രിയോ ബ്ലൈൻഡ് ബാഗാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തന്നെ ഉണ്ടാക്കാം ഇന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പേജ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ എഡ്ജസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു വൃത്തിയില്ലാത്ത പോലത്തെ ഒക്കെ, അതൊക്കെ നമുക്കൊന്ന് വെട്ടിയെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മേലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണ്ട, കാരണം നമുക്ക് അതിൽ ഒരുപാട് സാധനങ്ങൾ ഇടാനുണ്ട്. മേലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണ്ട. പിന്നെ ഓരോ കളേഴ്സ് അവിടെ കളർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതിൽ കുറച്ച് വേർഡ്സൊക്കെ എഴുതാനുണ്ട്. അപ്പോൾ നമുക്കിഷ്ടമുള്ള കളർ ഉപയോഗിക്കാം കേട്ടോ എഴുതാനൊക്കെ. ഞാനിവിടെ ബ്ലൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ബ്ലൂ ഉപയോഗിച്ചിട്ട് ഞാൻ ഡ്രയർ, അതുപോലെ തന്നെ കോമൺ, പിന്നെ ലക്കി, അതേപോലെ തന്നെ എന്താ പറയുക, ബ്രൗണും ബ്ലൂ ലക്കി, പിന്നെ പോപ്പുലർ ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രീനും യെല്ലോയും ബ്ലൂവും, അതേപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ബ്രൗൺ, ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെയാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് സാൻഡ്രിയോ ബ്ലൈൻഡ് ബാഗ് എന്ന് എഴുതണം. അപ്പോൾ സാൻഡ്രിയോ ഞാൻ എവിടെ എഴുതും, എങ്ങനെ എഴുതും എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ എഴുതി. പക്ഷെ തീരെ വൃത്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി വൃത്തി കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് അപ്പം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലൈൻഡ് ബാഗ് ഒന്നും കൂടി എഴുതി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭംഗിയൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ തന്നെ ഈ ഒരു ഗ്രീൻ സ്കെച്ച് എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ മേലെ കൂടി അല്ലാത്ത സൈഡിൽ കൂടി ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കും. ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഫുൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്രിയോക്ക് വേണ്ടി കുറോമി അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഒട്ടിച്ച് കൊടുക്കാം. എൻ്റെ അടുത്ത് കുറോമി ഉണ്ടായിരുന്നു. എത്രങ്ങാ കുറോമി ഉണ്ടായിരുന്നെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഒരാവശ്യത്തിന് അതൊന്നും കാണില്ല. ഞാൻ ഒരുപാട് തരണം, എന്നിട്ട് ആ കുറോമിയും കിട്ടിയില്ല. ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഒരു ക്യാരക്ടറും അതുപോലെ തന്നെ കുറോമിയും ഒട്ടിക്കാമെന്നായിരുന്നു. പക്ഷേ കുറോമി കിട്ടിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ ആ ക്യാരക്ടർ ഒട്ടിച്ചു. പിന്നെ ഒരു പേപ്പർ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ ഒരു പേഴ്സ് പോലെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാത്തിലും നമുക്ക് ചെയ്യണം കേട്ടോ. എത്ര ഇങ്ങനത്തെ പാക്ക് ഉണ്ടാക്കണോ അത്രയും പാക്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യണം. എന്നിട്ട് നമുക്കിതിൽ എന്താ ഇടേണ്ടത് നോക്കണ്ടേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പാക്ക് ഉണ്ടാക്കണ പോലെ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ A4 ഒക്കെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഇത് ഉപയോഗിച്ചതെന്നുള്ളൂ. A4 ഉപയോഗിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. A4 ഉപയോഗിച്ച് അത്രയും നല്ല ഭംഗിയൊക്കെ കിട്ടും. പിന്നെ ഞാനൊരു ഹോം മെയ്ഡ് ആയിട്ടുള്ള സ്റ്റിക്കറാണ്, നമ്മൾ നേരത്തെ ഒട്ടിച്ചതും ഹോം മെയ്ഡ് സ്റ്റിക്കർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഹോം മെയ്ഡ് സ്റ്റിക്കർ ഞാൻ അവിടെ ഒട്ടിച്ച് കൊടുത്തു. എന്നിട്ട് കുറച്ച് സ്പോഞ്ച് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സ്പോഞ്ച് എന്ന് വെച്ചാൽ കോട്ടൺ അല്ല കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ സ്പോഞ്ചാണ്. അതാകുമ്പോൾ കുറച്ച് നമ്മളിങ്ങനെ സ്ക്വിഷി ആകുമ്പോൾ നിൽക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും സ്ക്വിഷിയാണ്, അതാദ്യം പറയാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാനിങ്ങനെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ഇത് കുറച്ച് ഉണങ്ങിയാലേ സെറ്റ് ആവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ അത്രയും പഞ്ഞി കുത്തി നിറച്ച് വെച്ചുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രഷർ വരും. അതുകൊണ്ട് തന്നെ നല്ല ഒട്ടിയാലേ സംഭവം ശരിയാവുള്ളൂ. അപ്പോൾ ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഞാൻ അതിങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് നോക്കിയപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത്ര പെട്ടെന്ന് നമുക്ക് സ്ക്വിഷി ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് എന്താ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചെടുക്കാം. എന്നിട്ട് അത് ഫുള്ളായിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നെയിൽസ് ആട്ടോ. നെയിൽസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നെയിൽസ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും ഉണ്ടാക്കുന്നതാവും. എന്നിട്ട് ഒരു പേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. എന്നിട്ട് നെയിൽസും ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു പേഴ്സ് ഉണ്ടാക്കാൻ പോവാണ് ഞാൻ. ആ പേഴ്സിലേക്ക് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സാണ് വെച്ചെടുക്കുന്നത്. അതും ഈ ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ 2 ടൈപ്പുള്ള ക്യാരക്ടറാണ് വെച്ചെടുക്കുന്നത്. എന്നിട്ട് അതും കൂടി ഞാൻ ഈ ഒരു ബാഗിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ബ്ലൈൻഡ് ബാഗിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.
ഇനി നമ്മൾ എല്ലാ സാധനങ്ങളും ഈ ഒരു ബ്ലൈൻഡ് ബാഗിലേക്ക് വെച്ച് കൊടുക്കണം. അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. ആ ബ്ലൈൻഡ് ബാഗ് കീറുമോ അത്രയ്ക്കും ഞാൻ വിചാരിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ ആ 3 പാക്കും നല്ല പൊന്തി നിൽക്കുന്ന ഒരു ടൈപ്പായിരുന്നു. ഫസ്റ്റ് ഞാൻ വെച്ച് കൊടുത്തത് നമ്മളെ സ്റ്റുഷീൻ്റെ ആ ഒരു ബാഗായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ സ്റ്റിക്കറിൻ്റെ ബാഗ് വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ വെച്ച് കൊടുത്തത് ലാസ്റ്റായിട്ടുള്ള നെയിൽസിൻ്റെയാണ്. ആ നെയിൽസിൻ്റെ വെക്കാൻ നോക്കിയപ്പോൾ എനിക്ക് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിങ്ങനെ കുത്തി നിറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലേ. പിന്നെ ഞാൻ യു ഗോട്ട് ബ്ലൂ കളർ എന്നുള്ള ഒരു ലിസ്റ്റും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി വെച്ചിട്ട് നമുക്ക് എന്തായാലും ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ ബ്ലൈൻഡ് ബാഗ്. ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ആരും മറക്കണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു കട്ട് ചെയ്യാനുള്ള ഒരു മാർക്കും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ ഇതേ നമ്മളെ ബ്ലൈൻഡ് ബാഗ് സെറ്റായിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ ശരിക്കുള്ള ബ്ലൈൻഡ് ബാഗ് പോലെ ഉണ്ട്. എന്തായാലും നമുക്ക് അടുത്ത് പിടിക്കണം. ബൈ ബൈ.